ഹായ് ഫ്രണ്ട്സ്, ഇന്നെൻ്റെ യാത്ര ഡെറാഡൂണിലേക്കാണ്. ഈ വഴിയരികിൽ ഒരു ചെറുപ്പക്കാരൻ കുറേ കൊടകളൊക്കെ വെച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നെ പരിചയപ്പെട്ടത്. പല കളറിലുള്ള ഒത്തിരി കൊടകളുണ്ട്. ഇവിടെയും നല്ല മഴകളുണ്ട്. നല്ല ഭംഗിയുള്ള കൊടകളാണ്. അപ്പോൾ ഇന്നെൻ്റെ യാത്ര രാവിലെ ഹരിദ്വാറിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത്. ഹരിദ്വാറിൽ നിന്ന് വെറും 52 കിലോമീറ്റർ ദൂരം മാത്രമുള്ളൂ ഈ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ഡെറാഡൂണിലേക്ക്. ഒരു വലിയ സിറ്റിയാണ് ഡെറാഡൂൺ. വൃത്തിയുള്ള സിറ്റിയും കൂടിയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്, ഇവിടെ എല്ലാം തന്നെ നല്ല വൃത്തിയും വെടുപ്പും, സിറ്റി ക്ലീൻ ചെയ്ത് ഇട്ടിരിക്കുന്നു. ഇവിടുത്തെ മദ്യകടകളെല്ലാം വളരെയധികം വലിയ, ഇങ്ങനെ ഞാൻ ഒറ്റ സംസ്ഥാനത്തും കണ്ടില്ല. ഒത്തിരി മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള വലിയ കടകളാണ്, മദ്യക്കടകൾ ഞാൻ കണ്ടത്. അത് ഗംഭീരമായി എനിക്ക് തോന്നി. അത് ഫോട്ടോ എടുക്കേണ്ടതായിരുന്നു, പക്ഷേ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള ചിന്ത കാരണമാണ് അതെടുക്കാഞ്ഞത്. ഇവിടെ ഒത്തിരി സർദാർജിമാരെ കണ്ടു. ഹരിദ്വാറും അവർ ധാരാളമുണ്ട്. ഈ യാത്രയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ കടന്നപ്പോൾ ഞാൻ 12ാമത്തെ സംസ്ഥാനമാണ് എൻ്റെ യാത്രയിൽ. അതുമാത്രമല്ല, ഞാൻ യാത്ര ചെയ്ത ഈ 12 സംസ്ഥാനത്തിൻ്റെയും ഇതുൾപ്പെടെ എല്ലാ തലസ്ഥാനങ്ങളിലും ടച്ച് ചെയ്തിട്ടുള്ള യാത്രയാണ് എൻ്റെ. ഇത് ഈ ഡെറാഡൂണിൽ ഡൽഹിയിൽ നിന്ന് വെറും 240 കിലോമീറ്റർ മാത്രം ദൂരമായുള്ളൂ ഇവിടേക്ക്. ഡെറാഡൂൺ ഒരു ജില്ലയും അതിൻ്റെ ആസ്ഥാനവും ഇവിടെ തന്നെയാണ്. 2000 നവംബർ 9 ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമായത്. നഗരത്തിൻ്റെ വടക്ക് ഹിമാലയവും തെക്ക് ശിവാലിക് പർവ്വതനിരകളും കിഴക്ക് ഗംഗയും പടിഞ്ഞാറ് യമുനയും സ്ഥിതി ചെയ്യുന്ന ഒരു വിശിഷ്ട നഗരം കൂടിയാണിത്. ഡെറാഡൂണിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ്, ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഡൂൺ എന്ന പേരുള്ള പ്രശസ്തമായ സ്കൂളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ഒത്തിരി സ്കൂളുകളൊക്കെ ഉള്ള ഒരു സിറ്റി കൂടിയാണ് ഡെറാഡൂൺ. ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, സമ്പദ് വ്യവസ്ഥ, വിദ്യാഭ്യാസം, കുറ്റകൃത്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി നടത്തിയ സർവേയിൽ ഇന്ത്യയിലെ നഗരങ്ങളിൽ ഏറ്റവും സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതാണ് ഡെറാഡൂൺ. അതുപോലെ തന്നെ ഹിമാലയൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മസൂറി, ന്യൂ തെഹ്രി, ഉത്തരകാശി, തുംഗനാഥ്, ഔലി തുടങ്ങിയ ഒട്ടനവധി വേനൽക്കാലത്തും അതുപോലെ തന്നെ തണുപ്പുകാലത്തും ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്നതും ടൂറിസ്റ്റുകൾ ഇവിടെ ഒത്തിരി എത്തുന്നതും ക്യാമ്പിങ്ങിനും ഹിമാലയൻ കാഴ്ചകൾക്കും അതുപോലെ തന്നെ ഹിന്ദു പുണ്യനഗരങ്ങളായ ഹരിദ്വാറും ഋഷികേശും കൂടാതെ ചാർധാം എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയിലെ പ്രധാനമായി എത്തുന്ന നഗരങ്ങളിലൊന്നാണ് ഡെറാഡൂൺ. മഹാഭാരതത്തിലും ഇവിടത്തെ പറ്റി പരാമർശങ്ങളുണ്ട്. കൗരവരുടെയും പാണ്ഡവരുടെയും മഹാനായ ആചാര്യൻ ദ്രോണാചാര്യർ ഇവിടെയാണ് താമസിച്ചത് എന്നും പറയപ്പെടുന്നു. ചൈനീസ് സഞ്ചാരി ഹ്യുവാൻസാങ് ഈ നഗരത്തെപ്പറ്റി പരാമർശം നടത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം മേഘവിസ്ഫോടനങ്ങളും മണ്ണിടിച്ചൽ, ഭൂകമ്പങ്ങൾ എന്നിവയും ഉണ്ടാകുന്നൊരു സ്ഥലം കൂടിയാണ്. ഡെറാഡൂണിനെ സ്കൂളുകളുടെ ഒരു പട്ടണം എന്നും അറിയപ്പെടുന്നുണ്ട്. 15ഓളം പ്രശസ്തമായ സ്കൂളുകളും നിരവധി ഇന്ത്യൻ അന്തർദേശീയ സ്കൂളുകളും ഇവിടെയുണ്ട്. ഡെറാഡൂണിലെ ഏറ്റവും വലിയ തൊഴിൽ കൃഷിയാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ബസുമതി അരി വളരെ പ്രശസ്തമാണ്. പഴവർഗ്ഗങ്ങളിൽ ലിച്ചിയും ഇവിടെ ധാരാളം കൃഷി ചെയ്യുന്നു. ദേശീയപാത 307 ഡെറാഡൂണിലൂടെ കടന്നു പോകുന്നു. അതുപോലെ ഇവിടെ അടുത്ത് തന്നെ ഒരു
ഈ ഡെറാഡൂൺ സിറ്റിയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ മാറി റോബേഴ്സ് കേവ് എന്നറിയപ്പെടുന്ന ഒരു ഗുഹ ഇവിടെ ഉണ്ട്. ഒത്തിരി വിനോദസഞ്ചാരികളെയൊക്കെ ഈ ഗുഹയിലേക്ക് ആകർഷിക്കുന്നുമുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ദി ഡൂൺ സ്കൂൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രമുഖരും അതുപോലെ നയതന്ത്രജ്ഞരും മറ്റും പഠിച്ചിറങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളും കൂടിയാണ് ഡൂൺ. ഇതിലെ കടന്നു പോകുമ്പോൾ ആ സ്കൂളെ പറ്റി പറയാതെ പോകുന്നതും ശരിയല്ല. ഇന്ത്യൻ രാഷ്ട്രീയം, ബിസിനസ്, സംസ്കാരം, അതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആനുപാതികമില്ലാത്ത സ്വാധീനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് മാധ്യമങ്ങളിൽ പലപ്പോഴും ചർച്ചയാവാറുണ്ട്, ചിലപ്പോൾ വിമർശനപരമായും ചർച്ച വരാറുണ്ട്. 1980കളിൽ രാജീവ് ഗാന്ധിയുടെ ഭരണത്തെ വിമർശിക്കുന്നവർ പറഞ്ഞിരുന്നത് ഡൂൺ ക്യാബിനറ്റ് എന്നാണ്. രാജീവ് ഗാന്ധി ഇവിടെയാണ് പഠിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്കൂൾ പരിചയക്കാരെ പ്രധാന തസ്തികകളിൽ നിയമിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ ഡൂൺ ക്യാബിനറ്റ് എന്നൊരു പേര് വന്നത്. ഈ സിറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ ഇത് സ്മരിക്കാതെ പോകുന്നത് ശരിയല്ല. അതുപോലെ ഇന്ന് ഇവിടെയെല്ലാം കറങ്ങി ഇവിടെ നിന്ന് നേരെ കുറച്ച് ദൂരമേ ഉള്ളൂ മസൂറിയിലേക്കും ഇന്ന് തന്നെ യാത്ര പുറപ്പെടണം. അവിടെ നിന്ന് ഷിംലയാണ് എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഈ ഇന്നത്തെ യാത്രയിൽ കൂടുതലും ഇവിടെയൊന്നും അധികം ഡെസ്റ്റിനേഷനൊന്നും കാണാനില്ലാത്ത കാരണം ഈ ബുള്ളറ്റുമേയുള്ള യാത്രകൾ മാത്രമാണ് ഇന്നെനിക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായും ഇനി നമുക്ക് ഷിംലയിലും അവിടുന്ന് ജമ്മുവിലേക്കും കാശ്മീരിലേക്കും അതുപോലെ തന്നെ ഹിമാലയത്തിലേക്കൊക്കെ പോകുമ്പോൾ ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ കൂടുതലായി ഒന്നുമില്ലാത്ത കാരണം ഈ സിറ്റിയുടെ ഭാഗങ്ങളിലൂടെയുള്ള യാത്രകൾ മാത്രമെയാണ് എൻ്റെ അനുഭവത്തിൽ. ഇന്ത്യ ഒരു യാത്രകൾ ഫ്രണ്ട്ലി രാജ്യമാണ് ഇവിടെ കാണാനുള്ളത്. ഇന്ത്യ ഒത്തിരി വിസ്മയ കാഴ്ചകൾ വളരെയധികം ഉള്ള ഒരു രാജ്യം കൂടിയാണ്. നമ്മുടെ ഈ നാട് കണ്ടിട്ട് വേണം മറ്റു നാടുകൾ കാണാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വിസ്മയ കാഴ്ചകളും കൗതുക കാഴ്ചകളും വളരെയധികം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇന്ത്യയിലെ പല കാഴ്ചകളും കാര്യങ്ങളും കണ്ടാൽ ലോകത്തിലെ പല കാഴ്ചകളും വെറുതെ എന്ന് തോന്നിപ്പോവും. 5000 വർഷം പഴക്കമുള്ളതടക്കം ഇന്ത്യയിലുണ്ട്. നമ്മുടെ രാജ്യം വേണ്ട പോലെ എക്സ്പ്ലോർ ചെയ്യണമെന്നും എനിക്ക് കൂട്ടുകാരോട് പറയാനുണ്ട്. ധൈര്യമായി ഒറ്റയ്ക്ക് ഒരു റൈഡർക്ക് ഇന്ത്യയിൽ യാത്ര ചെയ്യാം. എനിക്ക് മറ്റ് അങ്ങനെ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ എല്ലാ വീഡിയോകളിലും ഓർമ്മിപ്പിക്കുന്നു. ഈ ഒറ്റയ്ക്കുള്ള യാത്രയിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വിശ്രമം, ശ്രദ്ധ, ഇത് രണ്ടും നല്ല പോലെ വേണം. അതുപോലെ നമ്മുടെ ഈ ഒറ്റയ്ക്കുള്ള യാത്ര ഓരോ സഞ്ചാരവും പുതിയ അറിവും അതുപോലെ തന്നെ മനസ്സിൻ്റെ നവീകരണത്തിനുള്ള ഒരു മാർഗം കൂടിയാണ്. ഓരോ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും അവിടെ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകണം. പരിസ്ഥിതിക്ക് ഹാനികരമായതൊന്നും നമ്മൾ ചെയ്യാനും പാടില്ല. ഇനിയുള്ള യാത്രകളെല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന് പോകുന്ന പ്രദേശങ്ങളാണ്. ഈ ഡെറാഡൂൺ തന്നെ 6800 അടി ഉയരത്തിലുള്ളതാണ്. ഈ 8000 അടിക്ക് മുകളിലേക്ക് എത്തുമ്പോൾ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് ഓക്സിജൻ കുറവുള്ള സ്ഥലങ്ങളിൽ അൾട്രാ വയലറ്റ് രശ്മിയുടെ അളവും കൂടുതലായിരിക്കും. ഓരോ 1000 അടി മുകളിലേക്ക് പോകുമ്പോഴും 8 മുതൽ 10% വരെ UV രശ്മിയുടെ തോത് കൂടും എന്നാണ് കണക്ക്. അതുകൊണ്ട് SPF 40 മുകളിലുള്ള സൺസ്ക്രീൻ ലോഷനൊക്കെ കയ്യിൽ കരുതേണ്ടതാണ്. പിന്നെ ഓക്സിജൻ്റെ പ്രോബ്ലമുള്ളവർ നമ്മൾ ചെറിയ ഓക്സിജൻ സിലിണ്ടറും നമുക്ക് മേടിക്കാൻ കിട്ടും ഓൺലൈനിൽ നിന്നും. അതും നമ്മൾ കരുതുന്നത് നല്ലതാണ്.
ഉയർന്ന പ്രദേശങ്ങളിൽ നിർജ്ജലീകരണം സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ധാരാളം വെള്ളവും കുടിക്കണം. അപ്പോൾ ഇതും നമ്മൾ ഇനിയുള്ള യാത്രകളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കാര്യം കൂടിയാണ്. എനിക്ക് പറയാനുള്ളത്, ഓരോരുത്തരും സഞ്ചാരികളും വ്ളോഗർമാരുമായി മാറണം. ഈ മാറിയ കാലഘട്ടത്തിൽ നവമാധ്യമങ്ങളുടെ പുതിയ പരീക്ഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മനസ്സ് ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ കഴിയുന്നവർ ഭാഗ്യമുള്ള സഞ്ചാരികളാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിലെ സോളോ റൈഡർമാരാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നത്. അവർക്ക് ഒരിടത്തും സ്ഥിരമായി താമസിയാതെ അവർക്ക് തോന്നുന്നിടത്തൊക്കെ, അതായത് ഉലകം ചുറ്റി കിട്ടുന്ന ഭക്ഷണം, എത്തുന്നിടത്തുറക്കം, സോളോ യാത്രക്കാർക്ക് പ്രത്യേക തയ്യാറെടുപ്പുമൊന്നും ഇല്ലാത്ത ഉള്ള ഒരു യാത്രയാണ്. എനിക്കും അങ്ങനെയാണ് പറ്റിയത്. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഗൃഹപാഠമൊന്നും നടത്തിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു യൂട്യൂബ് ചാനലിലേക്ക് ഉള്ള ഒരു റെക്കോർഡിംഗ് യാത്രയും കൂടിയാണെങ്കിൽ, മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു യാത്രയായിരുന്നെങ്കിൽ ഇത് ഗംഭീരമാക്കാമായിരുന്നു. പക്ഷേ ഞാൻ എനിക്ക് കാണുന്ന വിധത്തിലാണ് യാത്ര ചെയ്തത്. അതിൽ വളരെയധികം പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ 90 ദിവസം എടുത്ത് ഒറ്റ സ്ട്രെച്ചിൽ ഇന്ത്യയുടെ 20 സംസ്ഥാനങ്ങൾ കാണുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമുണ്ട്. നമുക്ക് ഭാഷ പ്രശ്നം, അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ സംസ്കാരം പ്രശ്നം, വൈവിധ്യമായ സംസ്കാരം, വൈവിധ്യമായ ഭക്ഷണരീതി, വൈവിധ്യമായ ഡ്രസ്സിങ്, വസ്ത്രങ്ങൾ എല്ലാം വൈവിധ്യമുള്ളതാണ്. അപ്പോൾ അതെല്ലാം കണ്ട് മനസ്സിലാക്കിയുള്ള യാത്രയാണ്. അത് നേരിട്ട് മനസ്സിലാക്കി നേരിട്ടതിൻ്റെ രുചി അറിഞ്ഞിട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഇത് മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു യാത്രയിൽ കൂടെ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് ഗംഭീരമാക്കാമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നിത്തുടങ്ങിയിരിക്കുന്നു. യാത്രകളെ മികച്ച അനുഭവമാക്കുന്നത് റോഡ് മാർഗം കൂടിയുള്ള ട്രിപ്പുകൾ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. യാത്രയിലെ ശുചിമുറികളുടെ ഉപയോഗമാണ് ചെറുതായിട്ട് പ്രശ്നം. ചിലയിടത്തെല്ലാം പെട്രോൾ പമ്പുകളും ഒഴിഞ്ഞ പ്രദേശം തന്നെയാണ് കേരളം വിട്ടാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട സ്ഥലങ്ങൾ എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. പെട്രോൾ പമ്പുകളുടെ ശുചിമുറികളുടെ അവസ്ഥ ചിലയിടത്തൊക്കെ വളരെയധികം മോശം തന്നെയാണ്. പക്ഷേ അതിനൊക്കെ ഒരു വിപരീതമായി ജിയോ പമ്പുകൾ, റിലയൻസിൻ്റെ ചില പമ്പുകൾ, SR പമ്പുകൾ, പെട്രോൾ പമ്പുകൾ എന്നിവയൊക്കെ നല്ല വൃത്തിയൊക്കെയുള്ള ടോയ്ലറ്റുകളും സൗകര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. പിന്നെ സോളോ റൈഡേഴ്സിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളൊന്നും തന്നെയില്ല. എല്ലാവരും ജീവിതത്തിൽ തനിച്ച് സഞ്ചരിക്കണം. മറ്റാർക്കും വേണ്ടി സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെ ത്യാഗം ചെയ്യാതെ ഒരു യാത്ര, അത് തന്നെ തിരിച്ചറിയാനുള്ള ഒരു യാത്രയാകുമത്. സ്വയം തിരിച്ചറിവ് നൽകുന്നതാണ് സോളോ ട്രിപ്പ് എന്നും കൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ദീർഘദൂരയാത്ര, റൈഡിൻ്റെ അനുഭൂതി, സ്ഥിരം പാതകളിൽ നിന്ന് വേറിട്ട് ഗ്രാമങ്ങളിലൂടെയും അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങളിലൂടെയും ഹിൽ സ്റ്റേഷനുകളും കൃഷിയിടങ്ങളും നഗരങ്ങളും കാലാവസ്ഥകളും അവയുടെ മാറ്റവും എല്ലാം നേരിട്ടറിയാൻ സാധിച്ച ഒരു യാത്ര കൂടിയാണിത്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ യാത്ര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബുള്ളറ്റിലൂടെയുള്ള യാത്ര മാത്രമായി ഇന്ന് അവസാനിക്കുന്നു. ഈ സോളോ ട്രിപ്പുകാർക്ക് ചില പരിമിതികളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് ചില സ്ഥലങ്ങളിലെല്ലാം എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഡെറാഡൂണിൽ നിന്ന് മുസോറിയിലേക്ക് വെറും 38 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ മുസോറി കൂടി നമുക്ക് യാത്ര തിരിക്കാമെന്ന് കരുതുന്നു.
ഞാൻ നൈനിറ്റാൾ കൂടി യാത്ര പോകണമെന്നാണ് വിചാരിച്ചത്. നൈനിറ്റാളിലേക്ക് ഇവിടുന്ന് 280 കിലോമീറ്ററോളം ഉണ്ട്. അവിടെ മഴ ശക്തമാണ് എന്നറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യാത്രയൊന്ന് മുസോറി വഴി ആക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മുസോറി നഗരത്തെപ്പറ്റി പറഞ്ഞ് നമുക്ക് വീണ്ടും ഹിമാലയ സാനുക്കളിലേക്ക് യാത്ര ആരംഭിക്കാം.